മമ്മൂട്ടിയും മോഹൻലാലും 18 വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചഭിനയിച്ച പേട്രിയറ്റ് ഇപ്പോഴും പ്രദർശനം തുടരുകയാണ്. 125 കോടിയിലധികം മുടക്കി തിയേറ്ററുകളിൽ എത്തിച്ച ചിത്രത്തിന് വേണ്ട വിജയം നേടാനായോ എന്ന ചർച്ചകളാണിപ്പോൾ പുരോഗമിക്കുന്നത്. മലയാളത്തിന്റെ പ്രിയ നടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും 18 വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച് അഭിനയിച്ച ചിത്രമായിരുന്നു പേട്രിയറ്റ്. മഹേഷ് നാരായണന്റെ സംവിധാനത്തിലൊരുങ്ങിയ ചിത്രത്തിൽ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര ഉൾപ്പെടെയുള്ള താരങ്ങളാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കെല്ലാം ഒടുവിൽ മെയ് 1 തിയേറ്ററുകളിലേക്കെത്തിയ പേട്രിയറ്റിന് സമ്മിശ്ര പ്രതികരണമായിരുന്നു ലഭിച്ചത്. പേട്രിയറ്റിലെ മോഹൻലാലിന്റെ വേഷത്തെ പ്ലേസ് ചെയ്ത രീതിക്കും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതെല്ലാം തരണം ചെയ്ത് ചിത്രം ഇപ്പോഴും തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ്. ഇതിനിടെ പേട്രിയറ്റ് ഇതുവരെ നേടിയ ബോക്സ് ഓഫീസ് കളക്ഷൻ കണക്കുകൾ പുറത്തുവരുന്നുണ്ട്. ആദ്യ ദിനം 29.1 കോടി രൂപയായിരുന്നു പേട്രിയറ്റിന്റെ ആഗോള കളക്ഷൻ. മൂന്നാം ദിവസമായപ്പോഴേക്കും അത് 61.25 കോടി ആയെന്നായിരുന്നു ഔദ്യോഗിക കണക്കുകൾ. ഇതോടെ റിലീസ് ചെയ്ത് 18 ദിവസം പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ പേട്രിയറ്റിന് 80 കോടിയിലധികം രൂപ നേടാനായെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യ നെറ്റ് 31.39 കോടിയിലധികവും ഓവർസീസ് കളക്ഷൻ 43 കോടിയിലധികവും നേടിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പേട്രിയറ്റ് വീണ്ടും മുന്നോട്ട് പോകുമെന്നാണ് വിലയിരുത്തലുകൾ. അതേസമയം തന്നെ വൈകാതെ പേട്രിയറ്റ് OTT-യിലെത്തുമെന്ന അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട്. ആൻഡോ ജോസഫ് ഫിലിം കമ്പനി, കിച്ചപ്പു ഫിലിംസ് എന്നിവയുടെ ബാനറിൽ ആൻഡോ ജോസഫ്, KG അനിൽകുമാർ എന്നിവർ ചേർന്നാണ് പേട്രിയറ്റ് നിർമ്മിച്ചത്. റിപ്പോർട്ടുകൾ പ്രകാരം 125 കോടിയിലധികം മുടക്കിയാണ് പേട്രിയറ്റ് തിയേറ്ററിൽ എത്തിച്ചിരിക്കുന്നത്. ഈ മുതൽ മുടക്ക് ചിത്രത്തിന് തിരിച്ചുപിടിക്കാനാവുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. രേവതി, ജിനു ജോസഫ്, ഡാനിഷ് ഹുസൈൻ, ഷഹീൻ സിദ്ദിഖ്, സനൽ അമൻ, ദർശന രാജേന്ദ്രൻ, സെറീൻ ഷിഹാബ്, പ്രകാശ് ബെലവാടി എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.